ആഗ്രഹം എന്നാൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കർമ്മം, ഡിസയർ പ്രോംപ്റ്റഡ് ആക്ടിവിറ്റീസ്, സെൻറ്റ് ഇറ്റ് അല്ലേ? കർമ്മത്തിന് കാരണം ആഗ്രഹം, ആഗ്രഹത്തിന് കാരണം ദേഹമാണ് ഞാനെന്ന ചിന്തയാണ്. ഉറങ്ങുമ്പോൾ ദേഹചിന്തയില്ല, ആഗ്രഹമില്ല, കർമ്മമില്ലല്ലോ. ദേഹം ആണ് ഞാനെന്ന വിചാരം എവിടെ നിന്ന് വന്നു? ഞാൻ ആത്മാവാണെന്ന സത്യം മറന്നതുകൊണ്ടാണ്. അതിൻ്റെ പേരാണ് അജ്ഞാനെന്ന്. അപ്പോൾ അവിദ്യ, കാമം, കർമ്മം, ഇതാണ് ശാസ്ത്രം സാങ്കേതികമായിട്ട് ഈ മൂന്നെണ്ണത്തിനെ ചേർത്തിട്ട് ഹൃദയഗ്രന്ഥി അഥവാ അജ്ഞാനഗ്രന്ഥി എന്നൊക്കെ പറയും. ഇത് നശിച്ചു എന്നാലോ, ദ മോമെൻറ്റ് വി റെക്കഗ്നൈസ് അവർ ഓൺ സെൽഫ് ആസ് ഗോഡ്, ഭഗവാനെ സ്വന്തം ആത്മസ്വരൂപനായി അനുഭവിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇവിടെ അജ്ഞാനം, പിന്നെ അയാൾക്ക് ഈ ശരീരാഭിമാനം ഇല്ല. അതാണ് മഹാന്മാരുടെ നില. ആ സാക്ഷാത്കാരം നേടിയവർക്ക് പിന്നെ ഒരാഗ്രഹവും വ്യക്തിപരമായിട്ടില്ല. പിന്നെ അവരിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നത്. അവർക്ക് സ്വാർത്ഥ കർമ്മമില്ല. അവർ കർമ്മം ചെയ്യും, അവരാണ് ശരിക്കും കർമ്മം ചെയ്യണത്, സ്വാർത്ഥമായി ലോകത്തെ സേവിക്കണം അമ്മമാരി. കാരണം അവർക്ക് ഒന്നും വ്യക്തിപരമായി നേടാനില്ല. അവർ നേടേണ്ടത് നേടിക്കഴിഞ്ഞു. ദേ ഫുൾഫിൽഡ് ദെയർ ലൈഫ്, ധന്യമാക്കി ജീവിതത്തെ. ആ ധന്യതയിൽ നിന്ന് ഔട്ട് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ, ഇൻഫിനിറ്റ് ലവ് ആൻഡ് കമ്പാഷൻ അവർ പ്രവർത്തിക്കണം. ഒരു നിമിഷ നേരം പോലും അവർക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്നു, ലോകത്തെ സേവിക്കുന്നു. കാരണം അവർ കാണുന്നു തൻ്റെ തന്നെ സ്വരൂപമാണ് എല്ലാവരും, വേറെ ആരുമല്ല. ഈ ആത്മാവാണ്. ദ സെൽഫ് ഇൻ മീ ഈസ് ദ സെൽഫ് ഇൻ ഓൾ, മതാത്മാ സർവഭൂതാത്മാ എന്ന് അവരനുഭവിച്ചു. എൻ്റെ ആത്മാവായ ഭഗവാനാണ് എല്ലാവരെയും ആത്മാവായിരിക്കണത്. ആത്മാവാണ് താനെന്നറിയുമ്പോഴോ ഞാനും അറ്റരും അന്യരല്ല, ഭേദബുദ്ധി പോയി. ഇതാണ് ഇങ്ങനൊരു ഡൈമെൻഷൻ മനുഷ്യ ജീവിതത്തിന് ഉണ്ടെന്ന് അറിയാതെ ചത്തുപോവല്ലേ ഈ നാട്ടിലെ അധികം ആൾക്കാരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഈ വഴിക്കൊന്നും കേൾക്കണ പോലും ഇല്ല. സ്കൂളിലും കോളേജിലൊന്നും പഠിപ്പിക്കാനേ പാടില്ല അല്ലേ? ഇതൊക്കെ പഠിപ്പിച്ചിട്ട് കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും, നല്ല നിലയിലെത്തും, ഭൗതികമായിട്ടെത്തും, ആത്മീയമായിട്ടെത്തും. ചിന്തിക്കൂ, ഇതൊക്കെ എപ്പോഴാണ് കേൾക്കാൻ പോണത്? ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, ഒക്കെ വയസ്സാം കാലത്ത്. വയസ്സായവർക്കുള്ളതാണ് ആധ്യാത്മികത എന്ന പൊതുവേ നമ്മുടെ ഒരു ധാരണ അല്ലേ? കുട്ടികൾ ആരെങ്കിലും ഇതൊക്കെ പഠിക്കാൻ പോയി വെച്ചാൽ എന്ത് പറ്റി മോളക്ക്, എന്ത് പറ്റി ആശ്രമത്തിൽ പോയിരിക്കാൻ? നല്ല ജോലി കിട്ടിയില്ലേ, കല്യാണം നടന്നില്ലേ, അത് നിരാശയുണ്ടോ? ഇതാണ് പബ്ലിക് ദേ ഫീൽ സിമ്പതറ്റിക്കൽ ലുക്ക്. വാട്ട് ഹാപ്പൻ ടു യു? മനസ്സിലായോ? അവർക്കറിയോ ഇതിൻ്റെ ഒരു ആനന്ദം, ഇതിൻ്റെ ഒരു മഹിമ? അറിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവരൊരു ഇരുണ്ട ലോകത്തിലാ. ദേ ആർ ഇൻ അതർ വേൾഡ്സ്. വാട്ട് ടു ഡു? പക്ഷേ സന്ത മഹാത്മാക്കളുടെ സാമീപ്യം, അവിടെ കൃപ, അനുഗ്രഹം, സത്സംഗം ഇതൊക്കെ ഉണ്ടാവുമ്പോഴോ നാം മനസ്സിലാക്കും, ഓ എത്ര കാലം ഞാൻ വേസ്റ്റ് ചെയ്തു എൻ്റെ ലൈഫെന്ന് അല്ലേ? ഇനി വയസ്സായ ആൾക്കാരൊക്കെ എത്ര പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് മനസ്സിലാക്കി എത്ര നന്നായേനെ. നന്നായേനെ, ഇപ്പോഴെങ്കിലും നന്നായില്ലോ, താങ്ക്സ് ഗോഡ്. ഇപ്പോഴും കേൾക്കാത്തവരില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും കേൾക്കാൻ തോന്നി, നിങ്ങൾക്ക് മാറ്റണ്ടേ? ഇപ്പോൾ പോലും ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്ത എത്ര ആൾക്കാരുണ്ട് വയസ്സായിട്ടും. ഈ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കാം. അപ്പോൾ അജ്ഞാനം നശിച്ചു, ആ കർമ്മവാസനകൾ നശിച്ചു, ആഗ്രഹങ്ങൾ നശിച്ചു, അതിനുവേണ്ടി സ്വാർത്ഥ കർമ്മങ്ങളില്ല, സംശയങ്ങൾ തീർന്നു, സത്യത്തിൻ്റെ അനുഭൂതി ഉണ്ടായതോടി ക്ഷീയന്തേജ അസ്യ കർമാണി. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താത്? നമുക്ക് ജന്മം ഇനി ഉണ്ടാവാൻ കാരണം നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത്ര കുറച്ചൊന്നുമല്ല, സഞ്ചിതം എന്നാണ് പറയുക. ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്, ബാഗിലിട്ട മാതിരി. മനസ്സിലായില്ലേ? സഞ്ചിതം, സമ്യക് ചിതം സഞ്ചിതം എന്നാണ്. നല്ലോണം കളക്ട് ചെയ്ത്. ചീ എന്ന് പറഞ്ഞാൽ ചയ, ചീ ടു ചയ എന്ന, ടു കളക്ട് എന്നാണ്. സഞ്ചയനം എന്ന വേർഡ് കേട്ടിട്ടുണ്ടോ നമ്മൾ? കേട്ടില്ലേ നിങ്ങൾ? മരിച്ച ആ അസ്ഥി പറക്കണേനെയാണ് ഈ സഞ്ചയനം എന്ന് പറയാം. ഇന്നല്ലേ ഈ ഗ്യാസൊക്കെ വന്നത്, ഇലക്ട്രിക്കൊക്കെ വന്നത്. പണ്ടൊക്കെ വിറകലല്ലേ? അപ്പോൾ ഈ വിറകിൻ്റെ കരിയും ഈ എല്ലും കണ്ടാൽ തിരിച്ചറിയില്ല. അപ്പോൾ ഒരു കൊടിൽ കൊണ്ടിട്ട് അതിനെ തിരഞ്ഞെടുക്കുക അതിനിടയെന്നാണ് സമ്യക് ചയം. വളരെ സ്പഷ്ടമായിട്ട് എല്ല് മാത്രം കളക്ട് ചെയ്യുക അതിനാണ്. ആണ് ഈ സഞ്ചയനം എന്ന വാക്ക് വന്നത്. മനസ്സിലായോ? സഞ്ചിതം, അതിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഷീ. അപ്പോൾ സഞ്ചിതം, വെൽ കളക്റ്റഡ്, മൂമെൻറ്റ് ടു മൂമെൻറ്റ്. ഓരോ പ്രവൃത്തികളിലൂടെയും നാം ആർജിച്ച ആ റിസ്വൽഡുവൽ വാസനാസ്, അതിൻ്റെ ഇംപ്രഷൻസ്, ലേറ്റൻ്റ് ഇംപ്രഷൻസ്. നമ്മൾ റോട്ടിൽ കൂടെ നടക്കണോ നോക്കിയാൽ, നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ വേഗം കിലോമീറ്റർ പിന്നിടും അല്ലേ? അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാലിൻ്റെ ഒരു പ്രിൻ്റ് ആ ഭൂമിയിൽ പതിയണ്ടോ ഇല്ലയോ?
നടന്നു പോകുമ്പോൾ പണി ശരിക്കും മഴക്കാലത്തൊക്കെ നമ്മൾ ചെരുപ്പിൻ്റെ അവിടെ പാട് കാണാം അല്ലേ? ഇതുമാതിരി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു പ്രിൻ്റ്, ഒരു ഇംപ്രിൻ്റ്, ഒരു ലേറ്റൻ്റ് ഇംപ്രഷൻ, ഒരു സംസ്കാരം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മുദ്ര പതിയുണ്ട്. അതാണ് വാസന എന്ന് വേദാന്ത ശാസ്ത്രം പറയാം.